എല്ലാവർക്കും എൻ്റെ കോടി 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 പ്രണാമങ്ങൾ. സുഹൃതികളായ നമ്മളെല്ലാം എന്നും അനുഗ്രഹീതരാവാൻ വേണ്ടിയിട്ട്, നല്ല ചിന്തകളെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ നമ്മൾ ഒരു പുതിയൊരു കാൽവെപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. ഭാഗവതം വില്ലേജിൻ്റെ പേരിൽ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾക്ക് എല്ലാ പ്രധാനപ്പെട്ട മെസ്സേജുകളും നിങ്ങൾക്ക് ഈ യൂട്യൂബിലൂടെ കാണാനും കേൾക്കാനും സാധിക്കും. ഈ ലോകം മുഴുവൻ ഒന്നിപ്പിക്കാനും നന്നാക്കിയെടുക്കാനുള്ള ഒരു കൂട്ടായ പരിശ്രമം, അതിൽ നിങ്ങളും ഭാഗഭാക്കുക്കളായിരിക്കണം. നമ്മളൊക്കെ കൂട്ടായി പ്രവർത്തിച്ചാലേ ഈ ലോകത്തിൽ പരിവർത്തനങ്ങൾ വരികയുള്ളൂ. നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്, ഒരു സമൂഹം നല്ല ചിന്തകളിലേക്ക് തിരിയുമ്പോൾ മാത്രമേ ലോകം തന്നെ നല്ല ചിന്തകളെ കാണുകയും കേൾക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയുള്ളൂ. ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വികസനം ബാഹ്യമായിട്ടുണ്ടെങ്കിലും മാനസികമായ വികസനം നമ്മൾ കാണുന്നില്ല. അവിടെ സ്വാർത്ഥതയും മത്സരവും പോരും വിദ്വേഷവും യുദ്ധവുമാണ്. ഈ യുദ്ധത്തെയാണ് നമ്മൾ മാറ്റി ഹിംസയുള്ള മനസ്സിൽ നിന്ന് അഹിംസയിലേക്ക് നമ്മൾ തിരിക്കേണ്ടത്. നമ്മുടെ കവികളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഈ ലോകം ഒന്നാക്കിയെടുക്കണമെങ്കിൽ നാം ആദ്യം നന്നാവണം. നാം നന്നായാൽ ലോകം ഒന്നാവും. വളരെ മനോഹരമായിട്ടൊരു കവിത ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നെന്നിങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം. കുത്തനെയൊരു വര, വലിയ വര, കുറിവും വേണ്ട ചരിവും വേണ്ട, വളവും വേണ്ട ഒടിവും വേണ്ട, കുത്തനെയൊരു വര, വലിയ വര. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, ഒന്നായി നന്നായാൽ നന്നായി ഒന്നായാൽ. ഇങ്ങനെ നമ്മളെയൊക്കെ നന്നാക്കുവാനും അതിലൂടെ ലോകം ഒന്നാക്കുവാനും നമ്മുടെ ഋഷീശ്വരന്മാർ ചിന്തിച്ചതുകൊണ്ടാണ് അവർക്ക് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ സാധിച്ചത്. ഈ സമൂഹത്തെ മുഴുവൻ മാറ്റിയെടുക്കേണ്ട ഒരു കടമ നമുക്കില്ലേ? കാരണം മഹത്തായ സംസ്കാരത്തിൽ ജനിച്ച നമ്മൾ ആ ഭാരതീയ ഋഷീശ്വരന്മാരുടെ ദർശനങ്ങളെ ഉൾക്കൊണ്ട് ഒരു പരിവർത്തനത്തിന് തയ്യാറാവുകയാണെങ്കിൽ ഈ സമൂഹം മാറി ഇവിടെ തന്നെ നമുക്കൊരു സ്വർഗം ഉണ്ടാക്കാൻ സാധിക്കും. അതിനുള്ളൊരു കൂട്ടായ പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ പുതിയ സംരംഭത്തിലേക്ക് കാൽവയ്ക്കാം. എല്ലാവരെയും ഈ ചാനലിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ സഹകരണം പരിപൂർണമായിട്ടുണ്ടെങ്കിലേ ഞങ്ങൾക്കതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ആയുരാരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹരി ഓം, നമസ്കാരം.